ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം. അതായത് എപ്പോഴും നമ്മളൊരു ഇഡ്ഡലി, ദോശ, അതിൽ നിന്നൊരു ജസ്റ്റ് ഒരു ചെറിയ ചേഞ്ച്, കുറച്ച് ഹെൽത്തിയാണ്. അപ്പം നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഓക്കെ. സോ ഗായ്സ്, നമുക്ക് ഈ റെസിപ്പിക്കായിട്ട് വേണ്ടത് ക്യാരറ്റ്, ക്യാബേജ്, ഉള്ളി, തക്കാളി ഇതൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം ചെറുതായിട്ട്. പിന്നെ ഒരു ബൗൾ ഓഫ് കടലമാവാണ് ഇത്. പിന്നെ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടെ എടുക്കാം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു. അത് നല്ല ടേസ്റ്റ് അതുകൂടെ ആഡ് ചെയ്താൽ. പിന്നെ ഇതിനകത്ത് ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. അപ്പോൾ നമുക്കൊരു ബൗൾ എടുത്തിട്ട് ബാറ്റർ റെഡിയാക്കാം. കടലമാവ് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മുടെ വെജീസ് തക്കാളി, ഉള്ളി, ക്യാബേജ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ വെജീസും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിനോടൊപ്പം തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ജീരകം, ആവശ്യത്തിനനുസരിച്ച് ഉപ്പും വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലൊരു ബാറ്റർ റെഡിയാക്കാം. അതെ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മുടെ ബാറ്റർ ഇരിക്കാൻ. ഇത് പിന്നെ ഒരു 10 മിനിറ്റ്സ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. റെസ്റ്റ് ചെയ്തതിന് ശേഷം പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നെയ്യോ എണ്ണയോ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ആദ്യമത്തെ 2 to 3 മിനിറ്റ്സ് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്കിത് അടയ്ക്കണമെന്നില്ല. പിന്നെ ഒരു 2 to 3 മിനിറ്റ്സ് വെക്കുമ്പോഴത്തേക്കിന് ഇത് കുക്കാവും നല്ലോണം. അപ്പോൾ റെഡി ആയിരിക്കുന്നു. ഇത് നമുക്ക് കോക്കനട്ട് ചട്നി, ഞാനിപ്പോൾ കോക്കനട്ട് ചട്നിയുടെ കൂടെയാണ് വെച്ചിട്ടുള്ളത്. ഏത് തരം ചട്നിയോ സോസോ ടൊമാറ്റോ സോസോ എന്തിനോടൊപ്പം വേണേലും നമുക്ക് പെയർ ചെയ്യാം. അടിപൊളിയാണ്, ഹെൽത്തിയാണ്, ടേസ്റ്റിയാണ്. ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലേക്ക് കാണാം. ഓക്കെ, ബൈ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.